ഹായ് കൂട്ടുകാരെ, ജാനകി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണവയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണവ റോസ്റ്റ് തയ്യാറാക്കാം. കണവ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കാം. 2-3 ഏലയ്ക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇളക്കി അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെക്കുമ്പം പെട്ടെന്ന് തന്നെ വാടി കിട്ടും. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി. ഇത്രയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുക്കുന്ന മുളക് പൊടിക്ക് കുറച്ച് എരിവ് ഉള്ളത് കൊണ്ടാണ് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവ് കുറച്ചത്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടികളൊക്കെ നന്നായി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഇളക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പോൾ പൊടികളൊക്കെ നന്നായി മൂത്തു വന്നതിന് ശേഷം ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഇവിടെ ചേർക്കുന്നത്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ച കണവ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി പുരട്ടിയെടുത്തതിന് ശേഷം കുക്കറിൽ 2 വിസിൽ വരുന്നിടം വരെ വെച്ച് വേവിച്ചെടുത്തായിരുന്നു. അങ്ങനെ ആകുമ്പം ഈ കണവയുടെ ഉള്ളിലെ വെള്ളമൊക്കെ എങ്ങനെ നമുക്ക് ഊറ്റിക്കളയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ കണവയ്ക്ക്, അപ്പോൾ അതൊക്കെ മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും. അതേപോലെ കണവ വെന്തോ ഇല്ലയോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുത്ത കണവയാണ് നമ്മുടെ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. മസാലയൊക്കെ എല്ലാ ഭാഗത്തും പറ്റുന്നതിന് വരെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ചട്ടിയിൽ അടുക്കി പിടിക്കുക അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട, നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ മാറ്റി പിന്നെയും നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണം എന്നതനുസരിച്ച് കുറച്ച് നേരം കൂടി വേണമെങ്കിൽ നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണവ റോസ്റ്റിൻ്റെ പരിപാടി. വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള കണവ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, അതേപോലെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ ഓരോരുത്തരും എടുക്കുന്ന കണവയുടെ അനുസരിച്ച് പൊടികളുടെയൊക്കെ അളവ് മാറ്റി കൊടുക്കണം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതേപോലെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.